മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ആദ്യത്തെ വിവാഹത്തിൽ തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ കിട്ടി എന്ന് വന്നാൽ മുഹമ്മദ് നബിയെ സ്ത്രീലമ്പടനായി പറയാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. പക്ഷേ അത് ആംഗലേയ ചരിത്രം മറച്ചു, അതിന്റെ പിന്നിൽ ചരിത്രം കൂടിയില്ല. എന്തുകൊണ്ട്? അവർക്ക് ദീനുൽ ഇസ്ലാമിനെതിരെ പറയണമെങ്കിൽ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തിന്റെ മേൽ കൈവക്കണം. മുഹമ്മദ് മുസ്തഫ ഈ കാലഘട്ടത്തിൽ വേറെ ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുമില്ല. ഈ കാലഘട്ടത്തിൽ വേറെ ഭാര്യമാരെ നിറഞ്ഞ ആരോഗ്യം എന്നിട്ട് വേറെ ഭാര്യമാരെ ഈ കാലഘട്ടത്തിൽ റസൂൽ കല്യാണം കഴിച്ചിട്ടില്ല. നിറഞ്ഞ ആരോഗ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വയസ്സാവുന്നതിനനുസരിച്ച് കുറഞ്ഞു വരിക, അത് സ്വാഭാവികല്ലേ. അവസാനമായി റസൂൽ വരുന്ന സന്ദർഭത്തിൽ 2 ആളെ തോൾ തൂങ്ങിയിട്ടല്ലേ പള്ളിയിൽ കയറി വന്ന്. അവസാന ദിവസം പള്ളിയിലേക്ക് കയറി വരുമ്പോ ഫദ്ൽ ബിൻ അബ്ബാസിന്റെയും അലി ബിൻ അബി ത്വാലിബിന്റെയും തോളിൽ തൂങ്ങിയല്ലേ റസൂൽ കയറി വരണേ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ പ്രായമാണോ? അന്നാണ് റസൂലുള്ളാഹിക്ക് 9 ഭാര്യമാര്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു നബി എന്ന നിലയിൽ ആയിരക്കണക്കായ 10,000-കണക്കായ വിഷയങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഭാര്യമാർ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കൾക്ക് കഴിയാത്ത, സമൂഹത്തിന് കഴിയാത്ത. ഒരിക്കലും ഒരു ഭാര്യയെ കൊണ്ടോ 2 ഭാര്യയെ കൊണ്ടോ ഈ നിയമങ്ങളെ സൂക്ഷിക്കാൻ കഴിയൂല. മക്കയിൽ അത്ര ഭാര്യമാരെ ആവശ്യമില്ല. മക്ക നിയമങ്ങളുടെ നാടല്ല, നിയമങ്ങൾ വരുന്നത് മദീനയിലാണ്. പിന്നെന്താണ്? എന്താ മക്ക എന്നാൽ സബറിന്റെ നാടാണ്, പ്രയാസങ്ങളുടെ നാടാണ്, ശത്രുവിനെ അഭിമുഖീകരിക്കേണ്ട നാടാണ്. അതാണ് മക്ക. മദീന അങ്ങനെയല്ല. ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ട വൈയക്തിക, കുടുംബപരവും സാമൂഹികവുമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നിയമങ്ങളുടെ അടിസ്ഥാന ശീലുകൾ മദീനയിലാണ് വരുന്നത്. അത് ഒരു ഭാര്യക്കോ അതിൽ നബിയുടെ സദാ കൂടെയുള്ള ഒരാൾക്ക് വഹിക്കാൻ കഴിയുള്ളൂ. അതൊരു ഭാര്യക്കോ 2 ഭാര്യക്കോ 3 ഭാര്യക്കോ 4 ഭാര്യക്കോ അത് മതിയാവില്ല. ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം എന്താ ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീബി പ്രേമിച്ചല്ലോ എന്ന് ഒരാൾ പറഞ്ഞാൽ ആഖിബത്ത് നാശവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി പറയുന്നത് പ്രേമത്തിന് തെളിവായി പറയാണ്. എന്ത്? ഖദീജ ബീബി നബിയെ പ്രേമിച്ചിട്ടില്ലേ, ഇത് ആഖിബത്ത് നാശമായി പോവും, സൂൽ ഖാത്തിമ ഉണ്ടാവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ അതെന്താണ്? ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവിക്ക് നേരത്തെ ഇൽഹാമുണ്ട് എന്നത് ഞാൻ അനവധി തെളിവുകൾ കൊണ്ട് ഈ കഴിഞ്ഞ 4-5 പ്രഭാഷണങ്ങൾക്കിടയിൽ സ്ഥാപിച്ചു. ഇനിയും എന്റെ കയ്യിൽ തെളിവില്ല. ഈ വിഷയം നീട്ടിക്കൊണ്ടുപോയി എന്നൊരു പേര് വരാതിരിക്കാനാണ്. എന്റെ കയ്യിൽ ഈ വിഷയത്തിൽ ഇനിയും ഒരു 10 പ്രസംഗത്തിനുള്ള ചാൻസ് കൂടിയുണ്ട്. ഞാൻ ഈ വിഷയം നീട്ടുന്നില്ല മാത്രം. ഈ വിഷയം പറയാൻ എന്റെ കയ്യിൽ ഒരു 10 പ്രഭാഷണത്തിന് കൂടി എന്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവുകൾ അനവധി ചരിത്രപരമായ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ, ചരിത്രപരമായ തെളിവുകൾ. പക്ഷെ വിഷയം ഞാൻ നീണ്ടുപോകും എന്നതുകൊണ്ട് ആണ് ഞാൻ ഈ വിഷയത്തിൽ പിൻവലിയുന്നത്. ചിന്തിക്കണം. ഇത് ഏറ്റവും വേദനാജനകമായ സംഗതി എന്തെന്നാൽ നമ്മുടെ സമൂഹം പോലും 2 കാര്യം നമുക്ക് സംഭവിച്ചു. ഒന്ന്, ചരിത്രാവബോധം നമുക്കില്ലാതെയായി. മലയാളി മുസ്ലിമീങ്ങളിൽ ചരിത്രാവബോധം ഇല്ലാതെയായി. പണ്ട് ചരിത്രാവബോധം മലയാളി മുസ്ലിമീങ്ങൾക്ക് കുറവാണ്. ഈ അടുത്ത കാലഘട്ടത്തിലാകട്ടെ ചരിത്രത്തിൽ നമ്മൾ പറ്റപ്പുറകോട്ടുണ്ട്. എന്തുകൊണ്ട്? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയട്ടെ, നമ്മുടെ ചരിത്രാവബോധത്തിന്റെ ഭാഗമായിരുന്നു മാലകളും മൗലിദുകളും. ഈ മൗലിദുകളുടെ ഒക്കെ അടിസ്ഥാനം ചരിത്രാവബോധമാണ്, ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ചരിത്രത്തെക്കുറിച്ചും ചരിത്ര പുരുഷന്മാരെ കുറിച്ചും ചരിത്രത്തിൽ വന്ന മഹിളകളെ കുറിച്ചുമുള്ള ചിന്ത പോലും നമ്മൾ നഷ്ടപ്പെടുത്തുകയും നമ്മൾ ആരാധനയുടെ ഭൗതികവും ബാഹ്യവുമായ അവയവങ്ങളുടെ ചേഷ്ടയിലേക്ക് ഇസ്ലാമിനെ ഒതുക്കാനുള്ള ശ്രമമാണ് ഈ അടുത്ത കുറച്ച് കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ ഇവിടെ വളരെ വലിയ ഒരു ദുരന്തം എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഒരു 10-40 കൊല്ലമായി ഇവിടെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്ന ഈ മഹാസത്യത്തെ ആരാധനകളുടെ ഭൗതികമായ ചേഷ്ടകളിൽ മാത്രം ഒതുക്കിയിടാനുള്ള ശ്രമമാണ്. ഈ ശ്രമത്തിന്റെ ഭാഗമാണ് ഇവിടെ വന്ന അവാന്തര വിഭാഗങ്ങളെല്ലാം.
ഇവിടുത്തെ അവാന്തര വിഭാഗങ്ങൾ എന്താ ചെയ്തത്? ഒന്ന്, ചരിത്രവുമായുള്ള മുസ്ലിമിന്റെ ബന്ധത്തെ വെട്ടിമാറ്റി. പിന്നെയോ അള്ളാഹു എന്ന ഒരിക്കലും തർക്കിക്കാൻ പാടില്ലാത്ത അള്ളാഹുവിൽ തർക്കിച്ചിട്ട് അതിന്റെ അഴക് നഷ്ടപ്പെടുത്തി. പിന്നെയോ ആരാധനകളുടെ ഭൗതികമായ കാര്യത്തിൽ മാത്രം തളച്ചിട്ടു. നിസ്കരിക്കാൻ പോവാൻ നിസ്കരിക്കാൻ ഒരു ചിന്തയും അതിനപ്പുറം ഇല്ല. ഒരു ജനതക്ക് ചരിത്ര പുരുഷന്മാരെയും ചരിത്ര മഹളകളെയും കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടാൽ ആ സൊസൈറ്റിക്ക് അതിന്റെ സ്പിരിച്വലായ ആഴം നഷ്ടപ്പെട്ടു പോകും. നിസ്കരിക്കാൻ വിളിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സംഘടനകൾ വരെ ഉണ്ടായി. ഇതിലൊന്നും ആർക്കും താല്പര്യമേ ഇല്ലതാണ്. ഇതൊന്നും താല്പര്യമില്ല. ചിന്തിക്ക്. ഇപ്പൊ മൗലിദ് എന്ന് പറയുന്നതിനെ ഇപ്പൊ നമ്മൾ മൗലിദ് എന്താ? ഈ മൗലിദുകൾ ഒരു നബിക്ക് മാത്രമല്ല മൗലിദുകൾ വന്നത്. മൗലിദ് എന്നതിന് ഭാഷാപരമായ എന്തർത്ഥാണെങ്കിലും സാങ്കേതികമായി അതിന്റെ ഉദ്ദേശ്യം എന്താ? ഒരു മഹാപുരുഷനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മഹാമഹിളയെ അവതരിപ്പിക്കുക. ഇതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോൾ എന്തുണ്ടായി? ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ വന്ന ചരിത്ര പുരുഷന്മാരോടും ചരിത്ര മഹിളകളോടും ആ കാലഘട്ടത്തോടുമുള്ള പിൽക്കാമികളുടെ ബന്ധം നിലനിർത്തുക. അത് ഇവിടെ കുറച്ച് കൊല്ലങ്ങളായി ഇവിടെയുള്ള അവാന്തര വിഭാഗങ്ങൾ അടർത്തി വെട്ടിമാറ്റി. അത് ഭീകരമായ അബദ്ധമാണ് മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായി? ഇതിന്റെ പിന്നിലും എന്താണ്? ജൂതന്മാര്. ഇതിന്റെ പിന്നിൽ എന്താ? ജൂതന്മാര്. ഇതിന്റെ പിന്നിൽ എന്താണ്? ജൂതന്മാര്. മഹാന്മാരുള്ള മുസ്ലിമീങ്ങളെ ബന്ധം നിലനിന്നാൽ അവർക്ക് സ്പിരിച്വലായ ആഴം ഉണ്ടാവും. സ്പിരിച്വലായ ആഴം ഉണ്ടാവും, അവരെ തകർക്കാൻ കഴിയില്ല. ഇത് നീർക്കുമുളക പോലത്തെ ഒരു സമുദായത്തെ തകർക്കാൻ എളുപ്പമല്ലേ? ഇപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ്. തർക്കല്ല. ഈ അലിയെ കൊല്ലുന്ന ആരാ? ഖവാരിജ്. ഖവാരിജുകളുടെ അടിസ്ഥാനം എന്താ? ജൂദായിസം. ഖവാരിജുകളുടെ അടിസ്ഥാനം എന്താ? ഖവാരിജാണ് ആരെ കൊല്ലുന്നത്? അലിയാരെ കൊല്ലുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിനെ നേരിട്ട് കൊന്നതാരാ? ജൂതന്മാര്. അതിന് പിന്നാരാ? ജൂതന്മാര്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീട് വളഞ്ഞു കൊന്നു. അതിന്റെ പിന്നിലാരാ? ജൂദായിസം. നാലാം ഖലീഫ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾപ്പെട്ട ഒരു വളഞ്ഞു വെച്ചിട്ട് പിടിച്ച് കൊല്ലുകയാണ്. ഖവാരിജ്. ഖവാരിജിന്റെ അടിസ്ഥാനം എന്താ? പറ. ഖവാരിജിന്റെ അടിസ്ഥാനം എന്താ? ജൂദായിസം. ഇവരോ കാനൂ യുസല്ലൂന വയഖറഊനൽ ഖുർആന. സദാ നബി നിസ്കരിക്കുന്നവരാണ് ആര്? ഖവാരിജ്. അവരെ താടി, അവരെ നെഞ്ചിൽ നിറഞ്ഞു നിന്ന താടി അവർക്ക് ഉണ്ടായിരുന്നു. നെഞ്ചിൽ നിറഞ്ഞു നിന്ന താടി ഉണ്ടായിരുന്നു. നെഞ്ചിൽ നിറഞ്ഞു നിന്ന താടി ഉണ്ടായിരുന്നു. ആർക്ക്? ഖവാരിജ്. എന്തത് പഠിക്കാട്ട്? മനസ്സിലായില്ലേ പറഞ്ഞത്? അവർ വസ്ത്രം, കമീസ് ഞെരിയാണിയുടെ എത്രയോ മുകളിൽ മുറിച്ചളയും. ഞെരിയാണിയുടെ അടുത്ത് പോലും വരാതെ എന്ത് ചെയ്യും? ആ കമീസ് മുറിച്ചു കളയും. അത്രയും മുകളിലേക്ക് തുണി കൊടുത്തൊരു കമീസ് ഇട്ടൊരു താടി ഇങ്ങനെ നിറഞ്ഞു കൊടുക്കും. എവിടെ? നെഞ്ചില്. അങ്ങനത്തെ ആളുകളായിരുന്നു ആര്? ഖവാരിജ്. യുസല്ലൂന. നിസ്കരിക്കലത്തൊരു പണിയില്ല. ഒരു സ്വലാത്ത് കഴിഞ്ഞാൽ, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത സ്വലാത്ത് നിസ്കരിക്കും. 2 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് മാറി പിന്നെ 2 റക്അത്ത് നിസ്കരിക്കും. ഖുർആൻ ഓടും. കാര്യം وما كان من رجل ولا امرأة أكثر بكاء من قراءة القرآن من الخوارج. ഖുർആൻ ഓതി കരഞ്ഞത് ചരിത്രത്തിൽ ഖവാരിജിനെ പോലെ ഉണ്ടാവില്ല. എന്താ നിങ്ങൾ ചിന്തിക്ക്? ഖുർആൻ ഓതി കരഞ്ഞത് ലോക ചരിത്രത്തിൽ ആരെ പോലെ ഇല്ല. ഇവരെ പറ്റി നബി എന്താണ് പറഞ്ഞത്? ഓഹം കിലാബു അഹ്ലിന്നാർ. അവര് നരകത്തിലെ നായകളാണ് എന്നാ നബി പറഞ്ഞത്. എന്തുകൊണ്ട്? അവർക്ക് മഹൽ ജീവിതവുമായി ബന്ധമില്ല. വെട്ടിയുടെ മാറ്റം. അലിയുടെ രോമത്തിൽ തൊടാൻ പാടില്ല. അലി ആരാ? അഖീ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിൽ ആഖിറത്തിലും എന്റെ സഹോദരൻ അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അലി ഇല്ല എന്നുവെങ്കിൽ ഫാത്തിമയെ അള്ളാഹ് പടക്കൂല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അലി എന്നൊരു മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഫാത്തിമയെ പടക്കുകയില്ലായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ഫാത്തിമാനെ കെട്ടിക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചത് കൊണ്ടാണ് അലിയാരെ നേരത്തെ തന്നെ പടച്ചു വെച്ചത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് അല്ലാത്ത എന്റെ ഫാത്തിമക്ക് ഒരു കുഫുവായ ഒരു റജുൽ ഭൂമിയിലാണ് മുഹമ്മദ് മുസ്തഫ. ഇതിനൊക്കെ ആയിരക്കണക്കായ ഹദീസാ തെളിവ്. ഇങ്ങനത്തെ സയ്യിദുനാ അലി, ഉറക്കപ്പറ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറത്ത് കൊന്നു. ആര്? ഖവാരിജ്. അവരെ പിന്നിലാരാ? ദൂതന്മാര്.
എന്തിന്റെ ഇന്നലെ ന്യൂസിലാൻഡിൽ 40 ചില്ലാനം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ശരി, മണിക്കൂർ കഴിഞ്ഞില്ല അത് സോഷ്യൽ മീഡിയയിൽ നിന്നും ട്വിറ്ററിൽ നിന്നും അത് നീക്കം ചെയ്യാൻ കൽപ്പന ഉണ്ടായി. ഇയാളാകട്ടെ ഈ ഭീകരാക്രമി എന്താ ചെയ്യുന്നത്? ലൈവായിട്ടാ ചെയ്യുന്നത്. ലൈവായിട്ട് ചെയ്യാം. നിമിഷങ്ങൾ കൊണ്ട് പകർത്തിയവർക്ക് പകർത്തി കിട്ടി. നേരെ മറിച്ച് അതൊരു മുസ്ലിമാണ് ചെയ്തെങ്കിലോ, ഇത് നേരെ ഇസ്ലാമായ ഒരാളാണ് ചെയ്തെങ്കിലോ? പറഞ്ഞത് മനസ്സിലായോ? ഇതിവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങൾ, ഒരു ദിവസം ലക്ഷക്കണക്കായ ആളുകൾ കണ്ടുകൊണ്ട് വോട്ടിലിട്ട് വറക്കുമ്പോൾ ഓടും. എന്താ പിന്നിൽ? ജൂതന്മാര്. ഇപ്പോൾ ഇനി ഈ സംഭവം ഒരു സംഭവം മാത്രമായി മാറും. ഒരു ഉദ്ധരിക്കാൻ പോലും കയ്യിൽ ഇനി ഒരാൾക്ക് ഒരു കൊല്ലം 2 കൊല്ലത്തിനപ്പുറം ഇനി ഇത് ചരിത്രമായിട്ട് പോലും ഓടൂല. അതിനപ്പുറത്തേക്ക് ഒരു സാധനം, അതിന്റെ ഒരു തെളിവ് എവിടെ ഇല്ല? പറ, എവിടെ ഇല്ല? സോഷ്യൽ മീഡിയ ഇല്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്താണെങ്കിലോ ജൂഡായിസമാണ് എല്ലാത്തിനും പിന്നിൽ. റോയിട്ടർ പിന്നിൽ എന്താ? PTA. പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കുന്ന ആരാ? റോയിട്ടർ ആരാ? ജൂഡായിസം. പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കുന്ന വേറെ കക്ഷി ആരാ? PTA. PTയുടെ പിന്നിൽ ആരാ? PTയുടെ പിന്നിൽ ആരാ? ജൂഡായിസം. പെന്റഗന്റെ പിന്നിൽ ആരാ? ജൂഡായിസം. ജൂതന്മാര് അവര് ചിന്തിക്കുന്നതല്ലാതെ ലോകത്തെ അറിയൂല. ലോകത്ത് നടക്കുന്ന വാർത്തകളിൽ ജൂത അനുകൂലമായ വാർത്തകൾ മാത്രമാണ് പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ലോകത്ത് നടക്കുന്ന ദൈനംദിനമായി നടക്കുന്ന വാർത്തകളിൽ ജൂഡായിസത്തിന് അനുകൂലമായ വാർത്തകൾ മാത്രമാണ് ദൈനംദിനമായി അച്ചടിച്ചു വരുന്നത്. അതിന് ലോകത്തെ മാധ്യമങ്ങളൊക്കെ വഴിപ്പെട്ടുപോയി. നമ്മൾ അങ്ങനെ ആയിപ്പോയാലോ? ഏറ്റവും വലിയ കാര്യം എന്താണ്? ഏറ്റവും വലിയ അടിസ്ഥാനം സിറാത്തുൽ ലദീന. അത് ചരിത്രം പഠിക്കാനാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ചരിത്രം പഠിക്കാനാണ് പറഞ്ഞത്. ചരിത്രം പഠിക്കണം. നിസ്കാരം ഒരു ദിവസം കൊണ്ട് പഠിക്കാം. ചരിത്രം ഒരു കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ 100 കൊല്ലം കൊണ്ടോ പഠിച്ചില്ല. ഈ നിസ്കാരങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ അതിൽ നിസ്കരിക്കുന്ന ഒരാളിൽ നിന്ന് ആ രൂപം കണ്ട് സൊല്ലൂ കമാ റഅയ്തുമൂനി പറയ്. നിസ്കാരം, സുജൂദ്, റുകൂഅ് അതന്നെയല്ലേ? അതിന്റെ ഷർത്ത്, ഫർദ്, അതിന്റെ അർക്കാന്, നവാഫില് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിന്റെ പരിധിയില്ലേ? എന്നാൽ ചരിത്രം തീരൂല. കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ, കോടാനക്കോടി വ്യക്തികളുടെ, നാടുകളുടെ, കാലങ്ങളുടെ, ദിവസങ്ങളുടെ ചരിത്രമാണ്. ചരിത്രം തീരൂല. അതുകൊണ്ടാണ് ഫാത്തിഹയിലെ ഏറ്റവും വലിയ ആയത്ത് എന്തിനായത്? ചരിത്രത്തിനായത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ചരിത്രം പഠിക്കാൻ പറയാണ്. നേരെ മറിച്ച് ഇബാദത്തിനോ ഇയ്യാക നഅ്ബുദു മാത്രം ഒരായത്ത് പോലും പൂർത്തിയായില്ല. ഇബാദത്തിന് ഇബാദത്ത് എന്ന പദം കൊണ്ട് ഫാത്തിഹയിൽ പരിചയപ്പെടുത്തിയത് ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണല്ലോ. ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണല്ലോ. ഫാത്തിഹ ഖുർആനിൽ പറഞ്ഞ ഏതൊരു കാര്യത്തിന്റെയും മർമ്മം ഫാത്തിഹയിലുണ്ട്. ഫഇന്നഹ ഉമ്മുൽ ഖുർആൻ. അത് ഖുർആനിന്റെ ഉമ്മാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഫാത്തിഹ ഖുർആനിലുള്ളതെല്ലാം അതിന്റെ സംക്ഷിപ്തമായ വിധത്തിൽ എന്തിലുണ്ട്? ഫാത്തിഹയിലുണ്ട്. ആ ഫാത്തിഹയില് ഇബാദത്തിനെ പരിചയപ്പെടുത്തിയത് ഇയ്യാക നഅ്ബുദു എന്ന പദം കൊണ്ട് മാത്രമാണ്. ഇയ്യാക നസ്തഈനിലേക്ക് ചേർത്ത് നോക്കിയാൽ ഇയ്യാക നഅ്ബുദു അര ആയത്തും കൂടി ഇല്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതുമ്പോൾ വഇയ്യാക നസ്തഈന്റെ അത്ര ഇല്ല ഇയ്യാക നഅ്ബുദു. നേരെ മറിച്ച് ചരിത്രം പഠിക്കാൻ വേണ്ടി ചരിത്രം പഠിക്കാൻ പറയുകയല്ല. ലോകത്തെ ഏറ്റവും വലിയ മർമ്മമായ മനുഷ്യൻ ഭൂമിയിൽ വന്നത് ഹിദായത്ത് നേടാൻ വേണ്ടിയാണ്. ആ ഹിദായത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്ന നേരത്ത് റബ്ബ് അബ്ദിനോട് പറയാണ്, എന്ത് ആവശ്യപ്പെടാൻ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എനിക്ക് ഹിദായത്ത് കിട്ടണം. അപ്പോൾ റബ്ബ് അബ്ദിനെ ഉപദേശിക്കാണ്. എന്ത്? സിറാത്തൽ ലദീന, ചരിത്രം പഠിച്ചോ. അള്ളാഹു നിഅമത്ത് ചെയ്തവരെ പിൻപറ്റിക്കോ. നിഅമത്ത് ചെയ്തവരെ പിൻപറ്റണമെങ്കിൽ നിഅമത്ത് ചെയ്തവരെ പറ്റി അറിയണ്ടേ? നിഅമത്ത് ചെയ്തവരെ അറിയൽ നിസ്കാരത്തിലും നോമ്പിലും അല്ല. എന്തിലാണ്? ചരിത്രത്തിലാണ്. അപ്പൊ ചരിത്രം പഠിക്കൽ വാജിബാണ്. ചരിത്രം പഠിക്കുക എന്നത് വാജിബായ സംഗതിയാണ്. എന്തുകൊണ്ട്? ഹിദായത്ത് ചരിത്രത്തിൽ നല്ലത് കിട്ടൂല.
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ചരിത്രത്തിൽ നിന്നല്ലാതെ ഹിദായത്ത് കിട്ടില്ല. ചരിത്രം പഠിക്കണം. അതിനെന്താ ഇപ്പൊ സംഭവിച്ചത് എന്നാല് അടിസ്ഥാനപരമായ ചരിത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് ജനകീയമാക്കാൻ വേണ്ടിയാണ് മാലകളും മൗലിദുകളും വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണേ. ചരിത്രത്തെ ജനകീയമാക്കി നിലനിർത്തലായിരുന്നു എന്തിന്റെ ലക്ഷ്യം? നിങ്ങൾ എന്റെ കൂടെ വരണം കേട്ടാ. മാലകളും മൗലിദുകളും ഉദാഹരണം പറയാം, അതിലൊരു ആത്മീയമായ പരിവേഷം കൂടി ഉണ്ടായാൽ സ്വാഭാവികമായും ജനങ്ങൾ അത് വായിക്കൽ നിർബന്ധിതരാവും. ഒരു ഇബാദത്ത് എന്ന നിലക്ക്. ഇപ്പൊ ചരിത്ര പുസ്തകം എന്റെ കയ്യിലുണ്ട്. ഇതൊരു ചരിത്ര പുസ്തകം. ഇത് എത്ര ആൾ വായിച്ചു? ഇതൊരു ചരിത്ര പുസ്തകം. ഇബ്നു ഹിഷാം, സീറത്ത് ഇബ്നു ഹിഷാം. എത്ര ആൾ വായിച്ചു? നിങ്ങൾ ചിന്തിക്കുക. ഇത് അഖ്ലാഖ് റസൂൽ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദവിയുടെ അഖ്ലാഖ് റസൂൽ എന്ന ചരിത്ര ഗ്രന്ഥമാണ്. എത്ര ആൾ വായിച്ചു? നേരെ മറിച്ച് ചരിത്രത്തെ ജനകീയമാക്കുക എന്ന ഏറ്റവും വലിയ ബുദ്ധിപരമായ കാര്യം ചില മഹാന്മാർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ചരിത്ര ബന്ധം നഷ്ടപ്പെടാതിരിക്കുക. അതിന് ചരിത്രത്തെ ജനകീയമാക്കലിന് ചരിത്രത്തെ ഇബാദത്തുമായി ഒരൊറ്റ കുളത്തിലാണ് കൊളത്തി. അങ്ങനെയാണ് എന്ത് പിറവിയെടുക്കുന്നത്? മാലി മൗലിദ്. അത് ഇവിടെ 100 കൊല്ലായി വഹാബികൾ വെട്ടിയാണ് മാറ്റി. അപ്പോൾ ജൂതായിസം ജയിച്ചു. ഇവിടെ ജൂതന്മാർ ജയിച്ചു. മുസ്ലിമീങ്ങളെ ഇന്നത്തെ പോക്ക് ജൂതന്മാരെ ശൈലിയില്ല. ജൂതന്മാർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഇപ്പൊ മുസ്ലിമീങ്ങൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾക്കത് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ജൂതന്മാര് ഉദ്ദേശിച്ചതെല്ലാം നടന്നു. ജൂതന്മാർ ഉദ്ദേശിച്ചത് 2 കാര്യമാണ്. പ്രധാനമായി 2 കാര്യമാണ്. ഒന്ന്, പ്രധാനമായും 2 കാര്യം ആണ്. പ്രധാനമായും ജൂതന്മാർ ഉദ്ദേശിച്ച 2 കാര്യം. ഒന്ന്, മുസ്ലിം സമുദായത്തിലെ ചരിത്ര ബോധത്തെ വെട്ടിമാറ്റി. അത് ചരിത്രത്തെ ജനകീയമാക്കുകയായിരുന്നു മഹാന്മാർ ചെയ്തത്. ഉദാഹരണം പറയാം, ബദറിനെ ഒരു പുണ്യപ്പെട്ട കാര്യമായി കാണുമ്പോഴല്ലേ ബദർ മാല എന്നത് നമുക്കൊരു വിഷയാവുക. അതിലൊരു പുണ്യവും അവര് പുണ്യവാന്മാരുമാണ് എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊരു ചരിത്രം എന്നതിനപ്പുറം പഠിക്കുന്നവർ പഠിക്കും, അല്ലെങ്കിൽ പഠിക്കൂല. ഇതൊരു പുണ്യപ്പെട്ട കാര്യമായി വന്നപ്പോൾ അല്ലദീന അൻഅംത അലൈഹിം എന്നതിലെ 300 ചില്ലാനം ആളുകളെ പേര് സാധാരണക്കാർക്ക് പോലും മനപ്പാടായി. ഇല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥി പോലും ഒന്ന് നോക്കി പോകും പരീക്ഷയ്ക്ക് എന്നല്ലാതെ അതിനപ്പുറം ആവശ്യമല്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഇവിടെ എന്താണ് വഹാബികൾ ചെയ്ത ഭീമമായ അബദ്ധം? വഹാബികൾ ചെയ്ത തോന്നിയാസത്തിന് കയ്യും കണക്കും ഇല്ല. ഭയങ്കരമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിവേര് അറക്കുന്ന പണിക്ക് ജൂതന്മാരുടെ കൂട്ട് നിന്ന് കൊടുക്കലാണ് വഹാബിസം ചെയ്തിട്ടുള്ളത്. ഞാൻ ദേശത്തിൽ പറയല്ല, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കും. എന്ന മഹാന്മാരായ മുൻഗാമികൾ മഹാന്മാരുടെ അപദാനങ്ങൾ അവരെ പുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിയുണ്ടാക്കി, എഴുതിയുണ്ടാക്കി. ഇതിൽ എന്ത് തെറ്റാണുള്ളത്? റസൂലുള്ളാഹി തലങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സാലിഹീന ഗഫാറ. റസൂലുള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ്. എന്ത്? ഏതൊരു മഹാനെ പറ്റിയും പറഞ്ഞാൽ അതൊരു കഫാറത്താ, നിങ്ങളെ ദോഷം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ദോഷികളോ? അപ്പൊ ദോഷം പൊറുക്കാൻ നല്ലത് മഹാന്മാരെ മാത്രം പറയലാണ്. അപ്പോൾ ഈ മാലകൾ കെട്ടിണ്ടാക്കിയ ആളുകൾ, എഴുതിണ്ടാക്കിയ ആളുകൾക്ക് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് എന്താ? സമുദായത്തെ എപ്പോഴും മഹാന്മാരുടെ തളത്തിൽ തന്നെ തളച്ചിടുക. പിന്നെ അവരുടെ ദോഷം പൊറുക്കാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഓതിയ ആളുകളെ ലക്ഷ്യം എന്താ? ഈ അപദാനങ്ങൾ വഴി അവരെ ദോഷം പൊറുക്കുക. പക്ഷെ അവർക്ക് കിട്ടിയത് എന്താ? ചരിത്രബോധം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് ഇവിടെ വെട്ടിയാണ് മാറ്റി. അപ്പോൾ പിന്നെ ഖദീജയെ നമ്മളിപ്പോ ഖദീജ ബീബിയുടെ ഒരു മൗലിദ് ഇവിടെ ഓതുന്നുണ്ട്. അത് അല്ലേ പറ, അത് എന്റെ അടിസ്ഥാനത്തിൽ ഖദീജ ബീബിയുടെ മഹത്വം, അതിൽ മഹത്വം ഉണ്ടായതുകൊണ്ടല്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മൗലിദ് നമുക്ക് പുണ്യപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു. ഈ ഖദീജ എന്ന് പറഞ്ഞാൽ അല്ലദീന അൻഅംത അലൈഹിം നമ്പർ 1 ഇസ്ലാമിൽ ആദ്യം വന്ന ആളാണ്. ആര്? ഖദീജ. നാളെ നമ്മൾ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാൻ തന്നെ, യാതൊരു സംശയം വേണ്ട. ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും വലിയ മഹാന്മാരിൽ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ. പക്ഷേ ആദ്യം മുസ്ലിമായ ആൾ ആരാണ്? ഖദീജയാണ് റളിയല്ലാഹു അൻഹ. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സാലിഹീന ഗഫാറ എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ മൗലിദ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം കിട്ടി. നമ്മളെ ബന്ധം നിലനിർത്തി ആരോട്?
ആരോട്? ഖദീജയോട്. ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കൽ മാത്രം, മദ്രസയിൽ പരീക്ഷ പഠിച്ചാൽ പിറ്റേ ദിവസം മറന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടി പഠിച്ചത് പിറ്റേ ദിവസം ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. കാരണം കുട്ടി എത്ര തന്നെ പഠിച്ചിട്ടുള്ളൂ. പാറ കുട്ടി എത്ര പഠിച്ചത് പരീക്ഷക്ക്? പിറ്റേ ദിവസം ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. അതിൽ ലക്ഷ്യം തന്നെ കുട്ടിക്ക് എത്രയുള്ളൂ? പാറ കുട്ടിക്ക് എത്ര ലക്ഷ്യമുള്ളൂ? പരീക്ഷ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസവും പരീക്ഷ ഇല്ലാത്ത വിദ്യാഭ്യാസവും നോക്കുകയാണെങ്കിൽ പരീക്ഷ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ്. പരീക്ഷ ഇല്ലാത്ത വിദ്യാഭ്യാസം ഉൾക്കൊള്ളാനാണ്. പരീക്ഷ വിദ്യാഭ്യാസം പരീക്ഷക്കാണ്. അവിടെയും സത്യത്തിൽ നമ്മളുടെ ആഴൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പഴയക്കാലത്തെ വിദ്യാഭ്യാസത്തിൽ എന്തില്ല? അങ്ങനെ പഠിപ്പിക്കും. എന്തില്ല? പരീക്ഷ ഇല്ല. പഠിക്കണം, ഉൾക്കൊള്ളാൻ വേണ്ടി പഠിക്കണം. ഇന്ന് അക്കാഡമിക്കൽ പഠനങ്ങളാണ്. 1 2 ജയിക്കണം, 2 3 കേൾക്കണം, 3 4 കേൾക്കണം. 2 1 ഓർമ്മല്ല, 3 പറയേ സത്യല്ലേ പറയേ. ഇന്ന് പരീക്ഷയ്ക്ക് പഠിച്ചതാ, പണ്ട് ഉൾക്കൊള്ളാൻ പഠിച്ചതാ. അപ്പൊ നമ്മുടെ ബാപ്പാര കാലഘട്ടത്തിൽ അവർക്ക് കുട്ടിക്കാലത്ത് പഠിച്ചത് അവർക്ക് ഓർമ്മ ഉണ്ടാവും. എന്തുകൊണ്ട്? അവരെന്തില്ല? പരീക്ഷ പഠിച്ചില്ല. അവരെന്തിനാ പഠിക്കാൻ പഠിച്ച തന്നെയാണ്, ഉൾക്കൊള്ളാൻ പഠിച്ചാണ്. ചിന്തിക്ക്. ഞാൻ പരീക്ഷയിൽ എതിര് പറയല്ല കേട്ടോ, അനുകൂലം പറയുമല്ല, എതിര് പറയുമല്ല. കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കില് ജൂതന്മാരെ പിന്നാലെ നടന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആഴമായ വിജ്ഞാന സമ്പത്തിനെ പറ്റി പറയലാണ് എന്റെ ലക്ഷ്യം. ചിന്തിക്ക്. 2 കാര്യത്തിൽ ഇവിടെ ജൂതന്മാർ വിജയിച്ചു. ഒന്ന്, മഹാന്മാരുടെ ബന്ധം അടർത്തി മാറ്റി. ഇനി ഈ മഹാന്മാരെ തന്നെ മോശമായ രൂപത്തിൽ അവതരിപ്പിച്ചാല് നമ്മളിങ്ങനെ കണ്ണും വെച്ച് നോക്കും, അങ്ങനെ ആയിരിക്കും എന്ന് പറയും. ഖദീജ നബിയെ പ്രേമിച്ചു റളിയല്ലാഹു അൻഹാ. ഉറക്കെ പറ, റളിയല്ലാഹു അൻഹാ. നമ്മൾ ഖദീജ നബിയെ പ്രേമിച്ചു റളിയല്ലാഹു അൻഹാ. അപ്പൊ നബിക്ക് അങ്ങോട്ടും പ്രേമായി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇത് ഇവിടെ പാടിയും സിനിമയാക്കിയും നടക്കുമ്പോൾ നമ്മുടെ ആളുകളും ഉള്ളിന്റെ ഉള്ളിൽ നബിയെ ഖദീജ എന്ന് പറയുന്ന മഹത്വ കാരണത്താൽ അങ്ങനെ പറയുന്നത് ഒരു പ്രയാസമായി തോന്നുന്നുവെങ്കിലും അടിസ്ഥാനപരമായി അതുള്ള തന്നെ അല്ലേ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തുകൊണ്ട്? ഈ വിഷയത്തിലെ ചരിത്രം നമുക്ക് അറിയില്ല. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പൊ ബാപ്പമ്മാനെ പ്രേമിച്ച് കെട്ടിയതാണെന്ന് സങ്കല്പിക്കുക. നമ്മളെ ബാപ്പ നമ്മളെ അമ്മാനെയും ഉമ്മ ബാപ്പയെയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് സങ്കല്പിക്കും. ഇനിയിപ്പോ നമ്മളൊരു സദസ്സിൽ വെച്ച് എന്റെ ബാപ്പന്റെ അമ്മാനെ പ്രേമിച്ചല്ലോ കിട്ടിയേ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് സുഖമില്ലാത്ത വാക്കാം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ തല്ലാണ്ടാവും. എന്തുകൊണ്ട്? ഒരു സദസ്സിലിട്ട് ഒരാളെ നമ്മളോട് ചോദിക്കാണ്, ഈ എന്തിനാണോ ഈ പ്രേമത്തിന് ഇത്ര വലിയ എതിരായി വയറു പറയണേ? എന്റെ ബാപ്പ എന്റെ അമ്മാനെ പ്രേമിച്ചല്ലോ കിട്ടിയത്. ഓരിവിടെ സ്കൂളിന്റെ വരാന്തയിലും അങ്ങനെ മൈതാനത്തിന്റെ സൈഡിലൊക്കെ എത്ര തിരിഞ്ഞ ഞങ്ങൾ കണ്ടതാ എന്ന് പറഞ്ഞാൽ അവനെ തല്ലാൻ നമ്മൾ ചാടും. എന്തുകൊണ്ട്? അത് ബാപ്പ ഉമ്മ എന്ന മഹത്വത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്കത് കേൾക്കാൻ ഒരു സുഖമുള്ള കാര്യം അല്ല. പക്ഷെ അതേ സമയത്ത് നമ്മളെ മനസ്സിലായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങും. അതങ്ങനെ തന്നെയല്ലേ? എനിക്കിപ്പോ കേൾക്കാൻ സുഖമില്ലാത്തോണ്ട് ഞാൻ തല്ലാൻ ചാടി പറയാ. അങ്ങനെ തന്നെയല്ലേ? ഇതന്നെയല്ലോ ഖദീജ ബീബി നബിയെ പ്രേമിച്ചു പറയുമ്പോ നമുക്ക് തോന്നുന്നത്. നബി ഖദീജ ബീബി എന്ന മഹത്വത്തിന്റെ ആ ഒരു നോട്ടത്തിൽ നമുക്കവിടെ ചോര ചൂടാവുന്നു. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ ഒരു പ്രേമം നടന്നല്ലേ നമ്മളെ ചെറുപ്പക്കാർ എന്ത് വിചാരിക്കണത്? എന്തുകൊണ്ട്? ജൂത ചരിത്രമാണ് പകർത്തിയത്. ചരിത്രം പോലെ നമുക്ക് ഇല്ല. അങ്ങനെ പ്രേമം നടന്നിട്ടില്ലടാ. അങ്ങനെ പ്രേമം നടന്നതിന്റെ തല ഞാൻ മുറിച്ചു തരാം. പച്ച നോണ നല്ലേ ഉണ്ട്. അതെന്താ? ഇൻതിലാറു ബിഅസത്തിൽ നബി ഫി ആഖിരി സമാൻ വഉൽഹിമത് ഇലൈഹാ അന്നഹു സൗജുഹാ. ഖദീജ ബിവിക്ക് നേരത്തെ ഇൽഹാം ഉണ്ട്, ഇവിടെ നബി വരാൻ പോകുന്നുണ്ട്. ആ നബി ആരാകും? പറ. ഖദീജയുടെ ഭർത്താവാകും എന്ന് ഇത് വറക്ക പറഞ്ഞിട്ടുണ്ട്. വറക്ക ആരാ? വറക്ക മക്കയിലെ പരിശുദ്ധനായ ക്രിസ്ത്യാനി. വറക്ക ഉദ്ധരിക്കാത്ത മക്ക ചരിത്രമില്ല. വറക്ക ആര്? വറക്ക ഏട്ടൻ, എളാപ്പാടെ മകൻ, പിതൃവ്യന്റെ മകൻ. ആൾക്ക്? ഖദീജക്ക്. പിന്നെ ആര്? ഖദീജയുടെ ഉസ്താദ്, ഖദീജയുടെ മുഅല്ലിമ്, തിൽമീദത്താണ് ആര്? ഖദീജ. അന്ന് വേദമില്ല, അന്ന് വറക്ക പറയുന്നതാണ് വേദം. വറക്കയോ? വറക്ക അത്രയും പരിശുദ്ധനായ ജീവിതം നയിക്കുന്ന ഒരു വയസ്സനായ സാധുവാണ്.
പിന്നെ ഖദീജ നോക്കിയാൽ ഖദീജക്ക് ഈ ഔസാഫ് എല്ലാം ഉള്ള ഒരാളായിട്ട് ആരെ മക്കയിലുള്ളൂ? ആരേ ഉള്ളൂ? അൽ അമീനേ ഉള്ളൂ. പിന്നെ കച്ചവടത്തിന് പറഞ്ഞയച്ചപ്പോൾ അതിന്റെ നേരെ ലക്ഷ്യം മൈസറെന്ന് വന്ന് പറയും ചെയ്തു. കാലത്തിൽ മേഘം വരെ തനതിട്ട് കൊടുക്കുന്നു. പുരോഹിതന്മാർ ഇടക്കിടക്ക് ഇയാളോട് സംസാരിക്കുന്നു, നിങ്ങൾ നബിയാകാൻ പോവാണ്, ഇനി ഞാൻ അമാനിച്ചാൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ താഹിറത്തായ ഖദീജക്ക്, ഒരിക്കൽ പോലും ബിംബത്തിന് കുമ്പിടാത്ത ഖദീജക്ക്, ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ഖദീജക്ക്, മനസ്സിലായില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് ചെയ്യാത്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് പിന്നെ അവിടെ ഇത് നഷ്ടപ്പെടാൻ വലിയ ബേജാർ തന്നെയാണ്. ഇതാണ് അവരെ മഹബത്തിന്റെ അടിസ്ഥാനം, അല്ലാതെ എന്തല്ല. ഇന്നത്തെ പ്രേമമല്ല, ജൂതന്മാര് പരിചയപ്പെടുത്തുന്ന പ്രേമമല്ല. രണ്ട് കാര്യത്തിൽ ജൂതന്മാർ ഇത് നിഷ്പക്ഷമായി വഹാബിയത്തെ കേൾക്കണം. നിങ്ങളെ സ്കൂളുകളിലും നിങ്ങളെ കോളേജുകളിലും അബൂബക്കർ സിദ്ദീഖിനെ ഉമർ ഇബ്നു ഖത്താബിനെ ഒക്കെ പഠിപ്പിക്കണില്ലേ? ഉണ്ട്. ഞങ്ങള് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കോളേജിൽ നിന്ന് അക്കാദമിക്കൽ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളെക്കാൾ ഹംസ റളിയല്ലാഹുവിനെ പറ്റി വിവരം നമ്മളെ നാട്ടിലൊരു നാടൻ പെണ്ണിന് വരെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അതിന് കാരണം മാലി മൗലൂദാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അക്കാദമിക്കൽ പഠനം കഴിഞ്ഞിറങ്ങിയ ഒരാളെക്കാൾ വിവരം ഒരു നാടൻ പെണ്ണിനുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ് വരെ. സിദ്ദീഖുൽ അക്ബർ, സിദ്ദീഖ് മൗലൂദ്. പിന്നെ ബദർമാലയും ബദർ ബൈത്തിൽ ഓരോരുത്തരുടെയും പേര് കേട്ടാൽ തന്നെ അറിയാം അത് ബദറിൽപ്പെട്ട ആളാണോ അല്ലേന്ന്. ആർക്ക് കുട്ടി 1ാം ക്ലാസ്സിൽ പോലും പഠിക്കാത്ത പെണ്ണിന് ബാപ്പയോ വല്യാപ്പയോ അല്ലെങ്കിൽ ഓത്തുപള്ളിയിൽ 1ഉം 2ഉം ക്ലാസ്, ആ മൊല്ലാക്കൊക്കെ അറിയണ അക്ഷരം കുട്ടികളെ ഒട്ടിച്ചു കൊടുക്കും. കൂട്ടിയെഴുതാൻ പഠിപ്പിക്കും, ഓതാൻ പഠിപ്പിക്കും. അതാണല്ലോ പഴയ കാലത്ത് എന്ത് ഈ പെണ്ണിന് ഈ ഓതാനും എഴുതാനും പഠിക്കും. അറബി മലയാളത്തിൽ എഴുതുക, പിന്നെ ഓതുക. ഈ പെണ്ണിന് അക്കാദമിക്കൽ പഠനവും ഡോക്ടറേറ്റും കഴിഞ്ഞിറങ്ങിയ ആളെക്കാൾ വിവരം ഉണ്ടാവും ആരെ പറ്റി. ഓരോ ബദറിലും വഹദിലും പങ്കെടുത്തോളെ പറ്റി ബോധം ഉണ്ടാവും. കാരണം വഹദ് മാലയും ചെല്ലും, ബദർമാല. ഒരാളാണ് പറഞ്ഞ ഒരു നാടൻ പെണ്ണ് ഒരു ഫാത്തിമയോ നഫീസയോ ഖദീസയോ പറയും എന്ത്, അത് ബദറിൽപ്പെട്ട ആളല്ല, നുണ പറയണ്ട, അത് ബദറിൽപ്പെട്ട ആളല്ല. അക്കാദമിക്കൽ പഠനം നടത്തുന്ന അവന്റെ ബുക്ക് എടുത്തോണ്ടി വരും. ഇത് വൈകുന്നേരമായ ദിവസം ചെല്ലാണ് ആര്? ഈ പെണ്ണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് ഇവിടെ വെട്ടി മാറ്റി വഹാബിസം. അതോടുകൂടെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ ബദരീങ്ങളുമാണല്ലോ വഹദീങ്ങളുമാണല്ലോ ഈ സമുദായത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവര്. അവരുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെ ജൂദായിസം വിജയിച്ചു. 2 കാര്യത്തിൽ ജൂദായിസം വിജയിച്ചിട്ടുണ്ട്. 1, മഹാന്മാരുമായുള്ള ബന്ധം അടർത്തി മാറ്റുന്നതിൽ. 2, മുസ്ലിമീങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കുന്നതിൽ ഇത് വിജയിച്ചു. ഇതൊക്കെ പിന്നിൽ ജൂതന്മാരാണ്, എല്ലാത്തിന്റെ പിന്നിൽ ജൂതന്മാരാണ്. അതിപ്പോ മനസ്സിലാവില്ല. വളരെ രഹസ്യങ്ങൾ വെളിവാട്ടുന്ന ദിവസം അതിൽ വിജയിച്ചല്ലോ. ഇന്ന് രാവിലെ എന്നോട് ഒരാൾ പറയാണ്, ഞാൻ വരുമ്പോ ഒരു അങ്ങാടിയിൽ 2 മുസ്ലിംമാർ നിൽക്കുന്നുണ്ട്, 2 മൂല്യന്മാർ ഒരു അങ്ങാടിയിൽ നിൽക്കുന്നുണ്ട്. ഒരാളെ തിരിഞ്ഞു നോക്കണില്ല. 2 തലയെ കെട്ടിയ മൂല്യന്മാർ ഒരു അങ്ങാടിയിൽ നിൽക്കുക, ഒരാളെ തിരിഞ്ഞു നോക്കണില്ല. എന്താ അടിസ്ഥാനം? പടലപ്പണക്കം. ഇത് തീർക്ക, താഴത്തേക്ക് ഇറങ്ങണം. അള്ളാന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർക്കാൻ കഴിയും. അല്ലാതെ തീരാത്തൊരു പ്രശ്നപ്പെടണ്ടോ? എന്ത് പ്രശ്നപ്പെടേണ്ടത്? ഒരു കൂട്ടക്കാർ ശിർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു കൂട്ടക്കാർ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? 2 കൂട്ടക്കാരും സുന്നികളല്ലേ? പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? തീരൂല. എന്തുകൊണ്ട് തീരൂല? ജൂതന്മാർ വിജയിച്ചു. ഇന്നിപ്പോ നമ്മൾ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മുടെ വർത്തമാന ദേശീയ പത്രങ്ങൾ എഴുതിയത് യുദ്ധം എന്നാണ്. ഇന്ത്യ രാജ്യത്തും ന്യൂനപക്ഷങ്ങളുടെ ഭാവി എന്താകുമെന്ന് തീരുമാനിക്കുന്ന യുദ്ധം. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? യുദ്ധം. ന്യൂനപക്ഷം എന്ന് പറയണ്ട. ആര് മുസ്ലിം? ഏത് ന്യൂനപക്ഷം? വേറെ ആരവിടെ ചാഞ്ഞും ചെരിഞ്ഞും നിന്നു കൊടുക്കാത്തത്? ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കാൻ പറ്റാത്ത വിഭാഗം ഇവിടെ ഉള്ളത് ആരാ? എന്താ ഇവിടെ പ്രശ്നം? ഇന്ന് ബസ്സിൽ ഒരാൾ കയറിയാൽ ഒരു മൂലയ്ക്ക് സീറ്റ് കൊടുക്കൂല. പണ്ട്
ബസ്സിൽ കയറിയത് വയസ്സനാണ്, അവിടെ മൂല്യത്തിയാണെങ്കിൽ വയസ്സൻ എണീറ്റ് മൂല്യത്തിക്ക് തിരിച്ചു കൊടുക്കും. പറയാണോ അല്ലേ? വയസ്സൻ എണീറ്റ് കുട്ടിയെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു അറിയും. ആ കുട്ടി മടിച്ചിട്ടാണെങ്കിൽ കുട്ടീന്റെ ഷോൾഡറിൽ പിടിച്ച് താത്തിട്ട് ഇരിക്കും കുട്ടി അവിടെ അറിയും. നിങ്ങൾ അവിടെ ഇരിക്കും കുട്ടിയാണ്, ഞാൻ നിന്നോളാന്ന് പറയും. ഇന്ത്യ അങ്ങനത്തെ കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? പറയടോ ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? നമ്മളത് കണ്ടിട്ടില്ലേ? ഇപ്പൊ എന്താ അന്നിരുന്ന കണ്ട നമ്മളതാണോ മറ്റേതാണോ അറിയില്ല. ആരാ ജയിച്ചു? നമ്മൾ ജയിച്ചു. ഓരോ വിഷയം എന്താ? ഒരു നമ്മൾ തെറ്റണം. താടി എന്താ? അല്ല അല്ലേ? നല്ലതാണ്. മുന്നിലൊരാള് വേണം. ഒരാലിമില്ലാതെ ഒരു ജനത നബിയിലേക്ക് ചേരില്ല, നബി ഇല്ലാതെ അള്ളാഹുവിലേക്ക് ചേരില്ല. ഇത് ലോകത്തെ അടിസ്ഥാന തത്വ. എന്താ പറഞ്ഞു? ആലിമില്ലാതെ ഒരു ആമിയാള് ആയ ആള് ആലിമില്ലാതെ ആരിലേക്ക് ചേരൂല, നബിയിലേക്കും ഇല്ല, നബി ഇല്ലാതെ അള്ളാഹുവിലേക്കും ചേരൂല. രണ്ട് കാര്യത്തിൽ ജൂതന്മാർ വിജയിച്ചു. ഒന്ന്, ചരിത്രാവബോധത്തെ നമ്മിൽ നിന്ന് വെട്ടിമാറ്റാൻ വഹാബിയത്തിന് അയച്ചു. പിന്നെ ഈ ഏറ്റവും നല്ല സാധനത്തിനെ ശത്രുക്കളാക്കുന്ന കാര്യത്തിൽ ആഴത്തിൽ ജൂതന്മാരെ വിളിച്ചു. അവിടെ ജൂതന്മാർ വിജയിച്ചു. ഇനി നമ്മുടെ വഴക്ക് തീർക്കലല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. കുറുക്കൻ നരിയുടെ മുന്നിൽ പെട്ടപ്പോൾ ബേജാറായി. അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ? കുറുക്കൻ നരിയോട് പറഞ്ഞ്, നരിയമ്മാവോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പിണങ്ങി, അതുകൊണ്ട് വഴക്ക് തീർക്കാൻ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്. അതിനങ്ങനെ ഞങ്ങളെ കിട്ടിയത്. അതുകൊണ്ട് ഞാനും ഭാര്യയുണ്ട്, മക്കളുണ്ട്, വഴക്കൊന്ന് തീർത്തേരണം, നിങ്ങളാണ് അതിനെ പറ്റിയ ആളുകൾ. അപ്പോൾ നരി എന്ന് വിചാരിച്ച് ഒന്നിനെ മാത്രമല്ല കുറെ കിട്ടാണ്ടല്ലോ എന്ന് വെച്ച് ഒപ്പം പോയി. മാളത്തിന്റെ പുറത്ത് നിന്ന് നരിക്ക് കിടക്കാൻ മാത്രം മാളത്തിന് വലുപ്പല്ല. ഉള്ളിക്കൺ കയറി ആര്? കുറുക്കൻ കയറിയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടും ഇറങ്ങണാണില്ല. അപ്പൊ നരി പുറത്തുനിന്ന് വിളിച്ചു വെച്ച്. അപ്പൊ നരി പറഞ്ഞ് ഞാനിവിടെ ഉള്ളിൽ കയറിയതോടുകൂടെ ഇവളും നിന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ തമ്മിൽ ലോക്യത്തിലായി. ഇനിയിപ്പോ നരിയമ്മാവൻ ബുദ്ധിമുട്ടണ്ട, നരിയമ്മാവൻ പോയിക്കോളി. മനസ്സിലായില്ല? നമ്മൾ ഈ കുറുക്കന്റെ ബുദ്ധിയെങ്കിലും നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നരിയമ്മാവൻ ഇടപെടും. സംസം വെള്ളം കൊണ്ടുപോയി എന്റെ തൊട്ടടുത്ത ഹിന്ദു വീട്ടിലെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. എന്റെ തൊട്ടടുത്ത ഹിന്ദു വീട്ടിലെ അച്ഛൻ മരിക്കണ സമയത്ത് എന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഉസ്താദിന്റെ വീട്ടിൽ മക്കത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളം ഉണ്ടാവും, അതൊരല്പം തരാൻ പറയും. അങ്ങനെ ഞാന് വേഗം വെള്ളം കൊടുത്തയച്ച് ആ വെള്ളം കുടിച്ചിട്ടായിരുന്നു വെച്ച്. നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ഹിന്ദു വീട്ടിലെ അച്ഛൻ മരിക്കുന്ന നേരത്ത് എന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ച് ഉസ്താദിന്റെ വീട്ടില് മക്കത്തിന് കൊണ്ടുവന്ന വെള്ളം ഉണ്ടാവും, ഒരു ലേശം തരാൻ പറയും. അങ്ങനെ വേഗം ആ വെള്ളം കൊടുത്തയച്ച് ആ വെള്ളം കുടിച്ചിട്ട് അയാൾ മരിച്ച്. അയാൾക്ക് അതിനോടുള്ള ഒരു ബഹുമാനം. എന്റെ ഉസ്താദ് കാപ്പിലമർ മുസ്ലിയാര് 100 വട്ടം നല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്ത്? പഴയ കാലത്ത് ഹജ്ജിന് പോയിട്ട് ബോംബെയിൽ ഇറങ്ങി തീവണ്ടി വഴിയാ വരിക. അങ്ങനെ തീവണ്ടിയിലെ ഹാജിമാരിങ്ങനെ വന്ന് കോഴിക്കോട് തിരൂരും ഇറങ്ങുമ്പോൾ പോലീസുകാര് തൊപ്പിയെടുത്ത് കക്ഷത്ത് വെച്ച് നിൽക്കും. എന്തിന്? ആര്? രാമൻ നായര്, വേലായുധന്, ഇവരൊക്കെ കൈ കാട്ടി നിൽക്കും. എന്ത് കിട്ടാന്? മക്കത്തിന് കൊണ്ടുവന്ന വെള്ളത്തിന്. ഇന്ന് മാപ്പിള പറയാ എന്ത്? ഞാനത് ചന്ദ്രൻ കൊണ്ടുപോയി. ആരുടെ വിജയിച്ച്? ജൂതൻ. ഏത് പുണ്യത്തിനെയും വഹാബിസം വെട്ടിമാറി. അപ്പോൾ ആരും ജയിച്ചു? ജൂതൻ വിജയിച്ചു. ഇവിടെ നടക്കുന്ന ദുരന്തത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് ചിന്തിക്കണം. ഇവിടെ നടക്കുന്ന ദുരന്തം അത്ര വലിയ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനോടില്ല? ഒരു നിസ്കാരത്തിന്റെ ചേഷ്ടകൾ കണ്ടോടില്ല. പള്ളി ബാങ്കുർക്ക് മുന്നിൽ പോയ നിസ്കരിക്കുക. ഈമാനുണ്ടോ? ഇല്ല. ഒരു ഈമാനുമായി ഒരു ബന്ധമില്ല. ആഴമില്ലാത്ത ജഡങ്ങളായി മുസ്ലിം സമുദായം അധപ്പതിച്ചു. ഇതിന്റെ പിന്നിൽ മഹത്തുക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയത് മാത്രമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ സാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിൽ ചേർക്കട്ടെ.